إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചില ഗുണപാഠങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം മനസ്സിലാക്കിയിരുന്നു. 3 ആളുകൾ അപ്രതീക്ഷിതമായി ഒരു ഗുഹയിൽ അകപ്പെട്ടു എന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അവർ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കരകയറ്റുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒട്ടേറെ ഗുണപാഠങ്ങളുണ്ട്. അതിൽ സഹോദരന്മാരെ, ഒന്നാമതായി റബ്ബിനോട് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ, അദ്ദേഹം എന്തായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏതൊരു കാര്യത്തെയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മനുഷ്യൻ റബ്ബിനോട് പറഞ്ഞുവെന്നാണ്, അല്ലാഹുമ്മ റബ്ബേ ഇൻ കുൻത തഅലമു അന്നഹു കാന ലി അബവാനി ശൈഖാനി കബീറാൻ, എനിക്ക് 2 പ്രായാധിക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഫകുൻതു ആതീഹിമാ കുല്ല ലൈല ബി ലബനി ഗനമിൻ ലി, എനിക്കുണ്ടായിരുന്ന ഒരു ആടിൽ നിന്ന് ഞാൻ അവർക്ക് വേണ്ട പാലുമായിട്ടാണ് രാത്രി കടന്നു വരാറുണ്ടായിരുന്നത്.
ഇതെല്ലാ ദിവസവും ഞാൻ അങ്ങനെ പാല് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി കൊണ്ടുവരികയും അതവരെ കുടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ വന്നത് കുറച്ച് വൈകിയായി പോയി. അങ്ങനെ ഫജിതു വഖദ് റഖദ, അവരിരുവരും ഉറങ്ങിയിരുന്നു. അദ്ദേഹം പറയുന്നു, അഹ്ലി വഅയാലി യതദാഗൗന മിനൽ ജൂഅ്, ഇവിടെ എൻ്റെ കുടുംബവും കുട്ടികളുമൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. എന്നാൽ എനിക്കാവട്ടെ ഫകുൻതു ലാ അസ്ഖീഹിം ഹത്താ യശ്റബ അബവായ, എനിക്കെന്റെ ഉപ്പക്കും ഉമ്മക്കും ഈ പാല് കൊടുക്കാതെ അവരെ കുടിപ്പിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അവർക്കിത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം കൊണ്ടല്ലെങ്കിൽ അവർക്കിത് കൃത്യതയോടുകൂടെ ഞാൻ നിറവേറ്റിയിരുന്ന ആ കാര്യത്തിൽ വീഴ്ച വന്നു പോകുമല്ലോ, അവരോട് ചെയ്യുന്ന കൃത്യനിർവഹണത്തിൽ അബദ്ധം സംഭവിച്ചു പോകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് വിഷമമായി. അദ്ദേഹം പറയുകയാണ്, ഞാൻ അവർ ഉറക്കമെഴുന്നേൽക്കുന്നതും കാത്തുകൊണ്ട് അവിടെ നിന്നു. പക്ഷേ അവർ ഉറക്കമെഴുന്നേറ്റത് ഫജറിന്റെ സമയമായപ്പോഴാണ്. ശേഷം ആ ഹദീസിൽ കാണാൻ സാധിക്കും, ഫലം അസൽ അൻതദിറു ഹത്താ തലഅൽ ഫജ്ർ, പ്രഭാതം വരെ ഞാൻ അവരെയും കാത്തുകൊണ്ട് അവിടെ നിന്നു. എനിക്കവരെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല എന്നാണ്. ശേഷം ഈ ഒരു നന്മയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പറയുന്നു, ഫഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക മിൻ ഖശ്യതിക ഫഫർരിജ് അന്നാ, റബ്ബേ ഞാനത് ചെയ്തത് നിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് എങ്കിൽ ഞങ്ങൾ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങൾ കരകയറ്റി നൽകണേ. നമുക്കറിയാം ആ കല്ലൊന്ന് നീങ്ങി കുറച്ച് വിടവുണ്ടായി തീർന്നു എന്നാണ്. സഹോദരന്മാരെ, ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വളരെ വലിയ ഒരു പാഠമുണ്ട്. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളുടെ ഉപ്പയും ഉമ്മയുമൊക്കെ, അവരോട് ചെയ്യുന്ന ഏതൊരു നന്മയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് എന്ന് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. മാത്രമല്ല, അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നന്മകളുടെ ആ വലുപ്പം അത് നമ്മൾക്ക് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണം പോലുമായി തീർന്നേക്കും. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള മറ്റൊരു സംഭവമായിരിക്കും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരൊക്കെ യമനിൽ നിന്ന് സംഘങ്ങളായി കടന്നു വരുന്നുണ്ടോ അവർക്കിടയിലൊക്കെ ഒരു മനുഷ്യനെ അന്വേഷിക്കുമായിരുന്നു എന്നാണ്. ഉവൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്കിടയിൽ അന്വേഷിക്കുമായിരുന്നു. നിങ്ങൾക്കിടയിൽ ഉവൈസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ച് അവർക്കിടയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ച ആ മനുഷ്യനെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ഉവൈസ് റഹിമഹുല്ലയോട് ചോദിച്ചു, താങ്കളുടെ പേര് ഉവൈസ് എന്നല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. താങ്കൾ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നല്ലേ വരുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ. നിങ്ങളുടെ ശരീരത്തിൽ പാണ്ഡുരോഗം പിടിപെടുകയും അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഇപ്പോൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. താങ്കൾക്കൊരു മാതാവുണ്ടായിരുന്നു അല്ലേ? അപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ. എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ അപരിചിതനായ മനുഷ്യന്റെ വിവരങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കാൻ സാധിച്ചത്? അത് മറ്റൊന്നും കൊണ്ടല്ല. ആ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. അദ്ദേഹത്തിന് ഇന്ന ഇന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഈ പറയപ്പെട്ടതുപോലെ പാണ്ഡുരോഗം പിടിപെട്ട ആളായിരിക്കും. അത് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതിന്റെ പാട് അവശേഷിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, ലഹു വാലിദത്തുൻ ഹുവ ബർറുൻ, അദ്ദേഹത്തിനൊരു മാതാവുണ്ട്. ഈ മനുഷ്യൻ ആ മാതാവിന് അങ്ങേയറ്റം നന്ദി പ്രവർത്തിക്കുന്നവനാണ്. ആ മാതാവിന് ചെയ്യാൻ സാധിക്കുന്ന നിലക്ക് അങ്ങേയറ്റം നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ
ഹദീസുകളിൽ കാണാൻ ഈ മനുഷ്യൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിച്ചിട്ടില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് കൂടെ പ്രവാചകനെ ഒന്ന് വന്ന് കാണാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ കാരണം പോലും തന്റെ മാതാവിന് നന്മ ചെയ്തു കൊടുത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം മാതാവിന് നന്മ ചെയ്യുന്ന മനുഷ്യനാണ് ഈ മനുഷ്യനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രത്യേകത കൂടെ പ്രവാചകൻ പറയുന്നു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ഈ മനുഷ്യനെങ്ങാനും റബ്ബിനോട് ഒരു കാര്യം ചോദിച്ചാൽ റബ്ബത് നടത്തി കൊടുക്കാതിരിക്കുകയില്ല. അഥവാ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഈ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുമെന്നാണ്. എന്നതിനു ശേഷം പ്രവാചകൻ പറയുന്നു, മഹാനായ ഉമറിനോട് പറയുകയാണ്, അതുകൊണ്ട് ഉമറെ ഫഇൻ ഇസ്തതഅത അൻ യസ്തഗ്ഫിറ ലക ഫഫ്അൽ. ആ മനുഷ്യനോട് താങ്കൾ അല്ലാഹുവിനോട് പാപമോചനത്തെ ചോദിക്കാൻ വേണ്ടി താങ്കൾ ആവശ്യപ്പെടണം. അഥവാ എനിക്ക് വേണ്ടി താങ്കൾ എന്റെ പാപങ്ങൾ പുറത്തു തരണം എന്ന് റബ്ബിനോട് താങ്കൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഉമറെ താങ്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അദ്ദേഹം ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഫസ്തഗ്ഫിർ ലീ ഫസ്തഗ്ഫറ ലഹു. അദ്ദേഹത്തോട് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് താങ്കൾ പാപമോചനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. സഹോദരന്മാരെ, ഈ സംഭവവും നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വലിയൊരു പാഠം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മയിലൂടെ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന വലിയ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കഴിഞ്ഞാൽ രണ്ടാമൻ, അഥവാ പ്രവാചകൻ കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ വരുമെന്നും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണമെന്നും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മഹിതമായ പ്രവർത്തനം, ഏറ്റവും ഉന്നതമായ പ്രവർത്തനമായി നമുക്ക് എണ്ണാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും റബ്ബിലേക്ക് പ്രിയപ്പെട്ട പ്രവർത്തനം ഏതാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്നത് അസ്സലാത്തു അലാ വഖ്തിഹാ, റബ്ബിന് കൊടുക്കേണ്ട നിർബന്ധ ബാധ്യതയായ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രവാചകനോട് വീണ്ടും ചോദിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറയുന്നത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, സൃഷ്ടികളിൽപ്പെട്ട ആൾ ആരോടാണ് ഏറ്റവും ബാധ്യതയുള്ളത് എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ മാതാവിനോടും ശേഷം പിതാവിനോടുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നതാണ്, ഇന്നി ലാ അഅലമു അമലൻ, എനിക്കൊരു പ്രവർത്തനവും അറിയുകയില്ല, എനിക്കൊരു അമലും അറിയുകയില്ല, അഖ്റബു ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദ, ഉമ്മക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ പുണ്യമേറിയ ഒരു പ്രവർത്തനവും എനിക്കറിയുകയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വളരെ വലിയ സൽക്കർമ്മമെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന പല സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും ഈ പറയപ്പെട്ട മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യുന്ന കാര്യത്തിന് മുൻഗണന കൊടുത്തത്. അല്ലേ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഹിജ്റക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. അങ്ങനെ പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റത്തി വൽ ജിഹാദ്, പ്രവാചകരെ ഞാൻ ജിഹാദിനും ഹിജ്റക്കും വേണ്ടിയൊക്കെ താങ്കളോട് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അബ്തഗിൽ അജ്റ മിനല്ലാഹ്, എനിക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം വേണം. ആ സമയത്ത് പ്രവാചകൻ ഈ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചു എന്നാണ്, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹൈ, നിന്റെ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു, അതെ, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പറയുകയാണ്, ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, നിനക്ക് അല്ലാഹുവിൽ നിന്ന് കൂലിയാണോ വേണ്ടത്? നീ റബ്ബിൽ നിന്ന് പ്രതിഫലമാണോ ആഗ്രഹിക്കുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, അതേ റസൂലേ. പ്രവാചകൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഫർജിഅ ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹിമാ, എങ്കിൽ നീ നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിട്ട് അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നീ പരിചരണവും സ്നേഹവും ബന്ധമൊക്കെ വെച്ച് പുലർത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കേട്ടോ, അപ്പോൾ എത്ര മഹിതമായ പ്രവർത്തനമായിട്ടാണ് ഇസ്ലാം മാതാപിതാക്കളോട് കാണിക്കുന്ന നന്മക്ക്
നന്മ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നമ്മളൊക്കെ നന്ദി കാണിക്കുന്നുണ്ട് എങ്കിൽ ആ നന്ദി നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുൻ നാസ്. ജനങ്ങളോട് നന്ദി പ്രകടിപ്പിക്കാത്ത ഒരാൾ റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കുകയില്ല എന്നാണ്. ജനങ്ങൾ നമുക്ക് വളരെ സഹായം ചെയ്തു നൽകിയ, നമ്മളോട് ഇണക്കത്തോടെ ജീവിച്ച, നമുക്ക് വേണ്ട സഹായങ്ങളും മറ്റിതര കാര്യങ്ങളൊക്കെ ചെയ്തു നൽകിയ ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ഒരു മനുഷ്യൻ, അവരോട് യാതൊരു നന്ദിയും പ്രകടിപ്പിക്കാത്ത ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ റബ്ബിനോടും നന്ദി കാണിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ജനങ്ങളുടെ കൂട്ടത്തിൽ അതിന് ഏറ്റവും അവകാശപ്പെട്ടത് മാതാപിതാക്കളാണ്. അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മാതാപിതാക്കളോട് ഒരുവൻ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ജനങ്ങളോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അവർ റബ്ബിനോട് നന്ദി കാണിച്ചിട്ടില്ല എന്നാണ്. എങ്കിൽ അപ്പോൾ മാതാപിതാക്കൾ, ഏറ്റവും അവകാശികളായ മാതാപിതാക്കളോട് നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ചെറിയ പ്രതിഫലം ലഭിക്കുന്ന ചെറിയ ഒരു കർമ്മമായിട്ടല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഇസ്ലാം ഇതിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടല്ലേ നമുക്കൊക്കെ അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ആരാധിക്കണം, ആരാധന നിർവഹിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർത്തിയിട്ടാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ അല്ലാഹുവിനോട് ആരാധിക്കുകയും അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും വേണം. ചേർത്തിയിട്ടാണ് പറഞ്ഞത്, ഒരുമിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ റബ്ബിനോട് മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അവൻ റബ്ബിനോട് കാണിക്കുന്ന നന്ദി, ആ നന്ദി കൊണ്ട് കാര്യമില്ല എന്ന് വിശദീകരിക്കുന്ന ചില വചനങ്ങളൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ കൃത്യമായി നമസ്കാരമുണ്ട്, അല്ലെങ്കിൽ റബ്ബുമായി ബന്ധപ്പെട്ട് നിർവഹിക്കപ്പെടുന്ന പല കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ പരാതിയാണ് എങ്കിൽ സഹോദരന്മാരെ, അത് വളരെ വലിയ നഷ്ടമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ വരുത്തി വെക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മതിയായ രൂപത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ, അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നതിന് മതിയായ രൂപത്തിൽ പകരം കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, യമനിയായ ഒരു മനുഷ്യൻ തന്റെ മുതുകിൽ മാതാവിനെയും ചുമന്നുകൊണ്ട് അദ്ദേഹം ത്വവാഫ് ചെയ്യുന്നത് കാണുകയാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാതാവിനെയും ചുമന്നുകൊണ്ട് ത്വവാഫ് ചെയ്യുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, എന്റെ ചുമലിൽ എന്റെ മാതാവിനെ ഞാൻ എടുത്തുകൊണ്ട് ഒരൊട്ടകത്തെ പോലെ ഞാൻ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടാണ് ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഏതൊട്ടകമായിരുന്നാലും പേടിച്ചാൽ ചിലപ്പോൾ അതിന്റെ മുതുകിലുള്ളതിനെ പുറത്തിട്ടേക്കാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം എന്റെ മാതാവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് പാട്ടുപാടിക്കൊണ്ടാണ് ഇദ്ദേഹം ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു എന്നാണ്, അല്ലയോ ഇബ്നു ഉമർ, തുറാനി ജസൈതുഹ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുക്കേണ്ട, പകരം കൊടുക്കേണ്ട, അല്ലെങ്കിൽ എന്റെ ഉമ്മ എനിക്ക് ചെയ്തു നൽകിയ ആ നന്മകളുണ്ടല്ലോ, അവർ ചെയ്തു നൽകിയ ത്യാഗങ്ങൾ, അവർ സഹിച്ച പ്രയാസങ്ങൾ, അതിന് പകരമായി ഞാൻ കൊടുത്തോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ല, ഒരിക്കലുമില്ല. വലാ ബിസഫ്രത്തിൻ വാഹിദ, നിന്റെ ഉമ്മ പ്രസവ സമയത്തെടുത്ത ഒരു നിശ്വാസമുണ്ടല്ലോ, ഒരു നെടുവീർപ്പ്, ആ നെടുവീർപ്പിൽ അവർ അനുഭവിച്ച പ്രയാസത്തിന്റെ ആ പ്രയാസം പോലും നീ ഈ സമയം കൊണ്ട് അനുഭവിച്ചിട്ടില്ല, അതിന് പോലും നീ പകരമായി നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു എന്നാണ്. അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ അവർക്കൊക്കെ അവർ നമ്മളോട് ചെയ്ത ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മനം നൊന്ത് പ്രയാസപ്പെടുമ്പോഴേക്ക്
അവരുമായി ബന്ധം മുറിക്കുന്ന, അവരുമായി യാതൊരു തരത്തിലും പിന്നെ ബന്ധം നിലനിർത്താത്ത എത്രയെത്ര ആളുകളാണ് സമൂഹത്തിലുള്ളത്. സത്യത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാതാപിതാക്കളുമായി നിലനിർത്തേണ്ട ബന്ധത്തിന്റെ വലുപ്പമാണ് ഈ ഹദീസുകളും ഈ സംഭവങ്ങളുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവരെ കരയിപ്പിക്കുക, അവരെ വിഷമിപ്പിക്കുക, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു നോട്ടമുണ്ടാക്കുക എന്നതുപോലും ഇസ്ലാം എത്ര ഗൗരവത്തിലെടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ് ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ജിഅ്തു ഉബായിഉക അലൽ ഹിജ്റതി വതറക്തു അബവയ്യ തബ്കിയാൻ. പ്രവാചകരെ, ഞാൻ താങ്കളുടെ അടുക്കൽ ബൈഅത്തിന് വേണ്ടി വന്നതാണ്. പക്ഷേ ഞാൻ താങ്കളുടെ അടുക്കലേക്ക് ബൈഅത്തിന് വേണ്ടി വരുമ്പോ എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകനോട് ഈ മനുഷ്യൻ വന്ന് പറയുമ്പോ പ്രവാചകൻ പറയുന്നത്, ഇർജി അലൈഹിമാ, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ല്, ഫഅദ്ഹിക്ഹുമാ കമാ അബ്കൈതഹുമാ, അവരെ നീ എങ്ങനെയാണോ കരയിപ്പിച്ചത് അതുപോലെ നീ അവരെ ചിരിപ്പിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മടക്കി അയച്ചു എന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള വിധിവിലക്കുകൾ, ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി അസബ്തു ദംബൻ അദീമൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പാപം ചെയ്തു പോയി റസൂലേ, വളരെ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. ഹൽ ലീ തൗബ, എനിക്കെന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ? ഞാൻ ഈ ചെയ്ത പാപത്തെ കഴുകിക്കളയാൻ ഉതകുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു തൗബയുണ്ടോ റസൂലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്. എന്നാൽ പ്രവാചകൻ തിരിച്ചു ചോദിച്ചത്, ഹൽ ലക മിൻ ഉമ്മിൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നായിരുന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അവർ മരണപ്പെട്ടു പോയി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, ഹൽ ലക മിൻ ഖാല, എങ്കിൽ ഖാലത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയുടെ സഹോദരിമാരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, അതെ, അവർ ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകന്റെ മറുപടി, ഫബിർറഹാ, എങ്കിൽ അവർക്ക് നീ നന്മ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മ അവർക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന വലിയ നന്മ, ആ നന്മയിലൂടെ നാം ചെയ്ത തിന്മകളെ പോക്കിക്കളയാനാകും, കഴുകിക്കളയാനാകുമെന്ന് ഈ ഹദീസ് പഠിപ്പിച്ചു നൽകുകയാണ്. ഇനി ഉമ്മയില്ല എങ്കിൽ പോലും അത് ഉമ്മയുടെ സഹോദരിമാരിൽ പോലും നന്മ ചെയ്താൽ ഇത്ര വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നത്. ഒരു ഉമ്മാക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആയുസ് വർദ്ധിക്കണമെന്നും അതേപോലെ തന്നെ റിസ്ക് വർദ്ധിക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പ്രവാചകൻ പറഞ്ഞു നൽകിയ ഒരു കാര്യം ഈ പറയപ്പെട്ടതുപോലെ അവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയും നന്മ പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ദഖൽതു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഫസമിഅതു സൗത ഖിറാഅത്തിൻ തുഖറ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോ അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടത് കേട്ടു. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ആരോ ഒരാൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഫഖിറാഅത്തു മൻ ഹാദാ, ഇത് ആരുടെ ഖിറാഅത്താണ്? എന്നോട് പറയപ്പെട്ടു എന്നാണ്, ഖിറാഅത്തു ഹാരിസ ബിൻ നുഅ്മാൻ, ഇത് ഹാരിസ ബിൻ നുഅ്മാനിന്റെ ഖിറാഅത്താണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ കാര്യം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ. അപ്രകാരമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, അപ്രകാരമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. പ്രവാചകൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുകയാണ്. കാരണം ഈ ഹാരിസ ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ വകാന മിൻ അബർരിന്നാസി ബി ഉമ്മി, തന്റെ ഉമ്മാക്ക് അത്രമാത്രം നന്മകൾ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു എന്ന് ആ മനുഷ്യനെ കുറിച്ച് പറയപ്പെടുകയാണ്. അപ്പൊ സഹോദരന്മാരെ, അങ്ങനെ നന്മ ചെയ്തു കഴിഞ്ഞാൽ ലഭ്യമാകുന്ന അനുഗ്രഹം ഒരു സംശയവുമില്ല, അത് സ്വർഗമാണ്. അത്രമാത്രം അഹാദീസുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ചില റിവായത്തുകളിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു റിവായത്താണ്, ചില റിവായത്തുകൾ അതിൽ ദഅഫുണ്ട്, ദുർബലതയുണ്ട് എങ്കിലും സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയ ചില റിവായത്തുകളുണ്ട്. ഫൽസംഹാ, നീ നിന്റെ ഉമ്മാനെ മുറുകെ പിടിച്ചോളൂ, പ്രവാചകൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. സ്വഹീഹാണ് എന്ന് പല പണ്ഡിതന്മാരും വിലയിരുത്തിയതാണ്. ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, കാരണം സ്വർഗം അവരുടെ കാലടിപ്പാടിലാണ് എന്ന് ചില റിവായത്തുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇനി ഉപ്പയെക്കുറിച്ചും അത്തരത്തിലൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. ഉപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള വാതിലാണ്, അഥവാ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വാതിലാണ്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന രൂപത്തിൽ നന്മകൾ ഉപ്പയോട് ചെയ്തു കഴിഞ്ഞാൽ സാധ്യമാകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമായ വലിയൊരു അനുഗ്രഹമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഏത് നിലക്കൊക്കെ നമുക്ക് നന്മ പ്രകടിപ്പിക്കാൻ, പ്രവർത്തിക്കാൻ സാധ്യമാകുമോ ആ നിലക്കൊക്കെ നമ്മൾ നന്മ പ്രവർത്തിക്കാൻ, അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന് തൃപ്തികരമായ രൂപത്തിൽ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ശരിയായ വിശ്വാസങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ മുസ്ലിമീങ്ങളായി ജീവിപ്പിക്കുകയും മുസ്ലിമീങ്ങളായി മരിപ്പിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر لنا واغفر لي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين.